കോച്ചെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വെള്ളം കുടിച്ചാൽ പോലും തടി വയ്ക്കുന്നു, എന്ത് കഴിച്ചാലും തടി വയ്ക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അലക്കി, എനിക്ക് എന്തും കഴിക്കാം. പഞ്ചസാര കഴിക്കാം, ജങ്ക് ഫുഡ് കഴിക്കാം, എന്തും കഴിക്കാം. കാരണം ഇതല്ലേ നല്ലത്. എന്ത് കഴിച്ചാലും ശരീരത്തെ പിടിക്കും. കൊച്ചെ എന്നെ പോലെ ആവാൻ പറ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങളെ സംശയം ഇപ്പൊ തീർത്തരാം. നിങ്ങൾ ഒരാൾ എന്തിനും കുറച്ച് ആഹാരം കഴിക്കുമ്പോഴേ തടിക്കുകയാണ്, മറ്റൊരാൾ എന്ത് കഴിച്ചാലും തടിക്കുന്നില്ല അല്ലേ? പക്ഷേ ഇവരെന്തിനും ഈ എന്ത് കഴിച്ചാലും തടിക്കാത്ത ആളാണ് ഹെൽത്തി ആണെന്നാണ് നമ്മുടെ നാട്ടിലെല്ലാവരും വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെല്ലാം മാറി തിന്നുകയും ചെയ്യും. ബിരിയാണിയും ഐസ്ക്രീമും ചില സമയത്ത് ബ്രോസ്റ്റഡ് എല്ലാം തിന്നിട്ട് ഇവർക്ക് ഒരു സന്തോഷമാണ്. കുഴപ്പം എന്താണ്? ഞാൻ എന്ത് തിന്നാലും തടിക്കത്തില്ല. മറ്റാളെന്തെങ്കിലും കുറേശ്ശെ തിന്നുമ്പോഴേ തടിച്ച് ഫാറ്റി ആയിട്ട് കാണുന്നതുകൊണ്ട് ഇവർ ആഹാരം കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഇതാണ് കുഴപ്പം. ഈ തടിച്ചിരിക്കുന്ന ആൾക്കാർ ആഹാരം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് വേറെ അസുഖങ്ങളിലേക്ക് എത്താതിരിക്കും. ഈ തടിക്കാത്ത ആൾക്കാർ എന്തിനും ഒരുപാട് ആഹാരം വാഴിച്ച് കഴിക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് സംഭവിക്കും? ഇന്റേണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ വയറിനുള്ളിലും ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റിലും ഫാറ്റ് ഡിപ്പോസിറ്റ് ആവും, വിസറൽ ഫാറ്റ് എന്ന് പറയും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരും. ഫാറ്റി ലിവർ, ഷുഗർ, ചില സമയത്ത് ഹാർട്ട് അറ്റാക്ക് തന്നെ വരാൻ ചാൻസ് കൂടുതലാണ്. ചില ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിനർമാർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഐസ്ക്രീം മേടിച്ച് കൂടി, ചോക്ലേറ്റ് തിന്ന്, അത് കണക്ക് തന്നെ ബ്രോസ്റ്റഡ് വാങ്ങിക്കഴി, എങ്ങനെയെങ്കിലും കുറെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കയറ്റി അല്ലെങ്കിൽ കുറെ മാസ് ഗെയിനറൊക്കെ കയറ്റി തടിക്കുക. ഈ തടിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ തടിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഇന്റേണൽ ഓർഗൻസ് ഒരിക്കലും ഹെൽത്തി ആയിട്ട് ഇരിക്കത്തില്ല, ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരും. അതുകൊണ്ട് തടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ ശരീരത്തെ നശിപ്പിക്കാൻ നോക്കരുത്. നല്ല ഒരു ഡയറ്റ് എടുത്ത് നിങ്ങൾ തടിക്കാൻ നോക്കുക.